കണ്ണു തുറന്ന് കർത്താവിനെ കാണാം. ഇതാ നിന്റെ കൺമുമ്പിൽ കർത്താവുണ്ട്. നിന്റെ കണ്ണുകൾ ഇപ്പോൾ കാണുന്നത് കർത്താവിനെയാണ്, ജീവിക്കുന്ന ദൈവത്തെ. അന്ധകാരത്തിൽ തപ്പിത്തടയുമ്പോൾ അങ്ങനെ ഒരു ജനം, അന്ധകാരത്തിലാണ്ടുപോയ ഒരു ജനം പ്രകാശം കണ്ടു. ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ഇതാ ലോകത്തിന്റെ പ്രകാശം. ഞാനാണ് വഴിയും സത്യവും ജീവനുമെന്ന് പറഞ്ഞ കർത്താവ്. എന്നിൽ വസിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല എന്ന് പറഞ്ഞ കർത്താവ്. ഇതാ കർത്താവ് നിന്റെ കൺമുമ്പിലുണ്ട്. വെറുതെ നിന്റെ കൺമുമ്പിൽ കർത്താവിനെ കണ്ടാ പോരാ. നിന്റെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളുടെ നടുവിൽ നിന്നും നീ കർത്താവിനെ കാണാൻ പഠിക്കണം. നീ കടന്നു പോകുന്ന ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും നിന്റെ കണ്ണ് തുറന്ന് നീ കർത്താവിനെ കാണാൻ പഠിക്കണം. ആ അനുഭവങ്ങളിലും നിന്റെ കർത്താവിനെ നിന്റെ കൺമുമ്പിൽ കാണാൻ പഠിക്കണം. അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ വളർന്നു എന്ന് പറയാൻ പറ്റും. വിശ്വാസത്തിൽ നമ്മൾ ആഴപ്പെട്ടു എന്ന് പറയാൻ പറ്റും. പറയുകയാണ്, സങ്കീർത്തനം പറയുകയാണ്, 16-ാം അധ്യായം അതിന്റെ 8 മുതലുള്ള വചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. ഈ ആരാധനയുടെ സമയം മാത്രമല്ല കർത്താവിനെ നമ്മുടെ കൺമുമ്പിൽ നിർത്തണ്ടേ. നിന്റെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും നിന്റെ ദൈവത്തെ നിന്റെ കൺമുമ്പിൽ നിർത്താൻ മോനെ ദൈവത്തിന്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അവിടെ സങ്കീർത്തകൻ പറഞ്ഞത്, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഭാരമൊക്കെ എടുത്തു മാറ്റപ്പെടുന്ന വാക്യമാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ നിരാശാപൂർണമായ ഞെരുക്കത്തിന്റെ അനുഭവങ്ങളുടെ നടുവിലും തമ്പുരാനെ കാണാൻ നമ്മൾ പഠിച്ചാൽ, സങ്കീർത്തകൻ പറയുന്ന പോലെ കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അതിനാൽ, അല്ലെങ്കിൽ അവൻ എൻ്റെ വലതുകരം പിടിച്ചിട്ടുണ്ട്, അതിനാൽ എൻ്റെ ഹൃദയം ആനന്ദിക്കുകയും എൻ്റെ അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്ന. സങ്കീർത്തനം 16-8 സങ്കീർത്തകൻ പറയാണ്, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. ആനന്ദത്തിന്റെ കാരണം എഴുതി വെച്ചിരിക്കുന്നു നോക്കിക്കേ. സന്തോഷത്തിന്റെ കാരണം എഴുതി വെച്ചിരിക്കുന്നു നോക്കിക്കേ. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് എന്നുള്ളതാണ് എൻ്റെ അന്തരംഗം ആനന്ദിക്കാൻ കാരണം. എന്നിട്ട് പറയാണ്, എൻ്റെ വലതുവശത്ത് അവനുണ്ട്, എൻ്റെ വലതുകരം അവൻ പിടിച്ചിട്ടുണ്ട്. അതിനാൽ ഞാൻ കുലുങ്ങുകയില്ലെന്നാണ്, അതിനാൽ സംഭ്രമിക്കുകയില്ല, അതിനാൽ ഞാൻ എൻ്റെ ജീവിതം ഒരു വിധത്തിലും നിരാശയിലേക്ക് തള്ളിവിടില്ല. കാരണം എന്താ? എൻ്റെ വലതുകരം എൻ്റെ കർത്താവ് പിടിച്ചിട്ടുണ്ട്. കണ്ണുകൾ തുറന്ന് കർത്താവിനെ നോക്കിക്കേ. ഇതാ നമ്മുടെ കൺമുമ്പിൽ കർത്താവ്. നിന്റെ ആനന്ദത്തിന്റെ സന്തോഷത്തിന്റെ കാരണമായിരിക്കേണ്ടത് ആ കർത്താവിനെ കാണുമ്പോൾ മക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ കടന്നു പോകുന്ന ഏത് അനുഭവത്തിന്റെ നടുവിലാണോ നീ നിൽക്കുന്നത്, അനുഭവത്തിൽ കാലുറപ്പിച്ച് നിന്നിട്ട് നിന്റെ കണ്ണുകൾ കർത്താവിങ്കിലേക്ക് പതിഞ്ഞിരിക്കട്ടെ. ചിലപ്പോൾ രോഗങ്ങളാകാം നിന്നെ വേട്ടയാടുന്നത്, ജോലിയില്ലാത്ത അവസ്ഥയാകാം, മക്കളില്ലാത്ത അവസ്ഥയാകാം, വരുമാന മാർഗങ്ങൾ അടഞ്ഞുപോയ അവസ്ഥയാകാം, വിവാഹം നടക്കാത്ത അവസ്ഥയാകാം, പഠന മേഖലയിൽ പരാജയപ്പെട്ടതാകാം, കുടുംബ ബന്ധങ്ങളിലുള്ള അസ്വസ്ഥതകൾ, എന്തുവാകട്ടെ, ആ പ്രശ്നത്തിന്റെ നടുവിൽ തന്നെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് കണ്ണു തുറന്ന് കർത്താവിനെ കാണും. അപ്പോ നിന്റെ ഉള്ളിൽ ആനന്ദം നിറയാൻ തുടങ്ങും. കാരണം എന്താ? നീ കണ്ടുകൊണ്ടിരിക്കുന്നത് ആനന്ദത്തിന്റെ പൂർണ്ണതയാണ്. നീ അറിയാതെ നിന്റെ ഹൃദയത്തിൽ ഒരു ആനന്ദവും ഒരു സമാധാനവും നിറയാൻ തുടങ്ങും. എന്നിട്ട് ഹൃദയം കൊണ്ട് എല്ലാ മക്കളും വിശ്വസിച്ച്, നിന്റെ കർത്താവ് നിന്റെ വലതുകരം പിടിച്ചിട്ടുണ്ട്. ഈസ് ഹോൾഡിംഗ് യുവർ റൈറ്റ് ഹാൻഡ്. നിന്റെ വലത്ത് കരം കർത്താവ് പിടിച്ചിട്ടുണ്ടെന്ന്.
തമ്പുരാൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ നീ വീഴോ? നീ വീഴാൻ നിന്റെ ദൈവം അനുവദിക്കോ? കർത്താവ് നിന്റെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കൊരു അസ്വസ്ഥത ഉണ്ടാകാൻ തമ്പുരാൻ അനുവദിക്കോ? കർത്താവ് നിന്റെ കൈ പിടിച്ചിട്ടുണ്ട്, വചനം പറയുന്ന പോലെ അവൻ വീണേക്കാം എങ്കിലും അവന്റെ വീഴ്ച മാരകമായിരിക്കില്ല. നമുക്ക് നമ്മുടെ കാൽ തട്ടുന്ന അനുഭവങ്ങൾ ഉണ്ടാകും, മറിഞ്ഞു വീഴാൻ തോന്നുന്ന അനുഭവങ്ങൾ സാഹചര്യം, പക്ഷെ തമ്പുരാൻ നമ്മുടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും മാരകമായിരിക്കില്ല. കാരണം ഈ കരം അത് കരുതലിന്റെ കരമാണ്, ഇത് സ്നേഹത്തിന്റെ കരമാണ്, ഇത് കാരുണ്യത്തിന്റെ കരമാണ്, ഇത് സൗഖ്യത്തിന്റെ കരമാണ്, ഇത് വിടുതലിന്റെ കരമാണ്, ഇത് ആത്മരക്ഷയുടെ കരമാണ്. ആ കരത്തിന്റെ ആ മുറിവിൽ നിന്ന് ഒഴുകുന്ന രക്തം നമ്മൾ വീണ്ടെടുത്ത രക്തമാണ്. അതുകൊണ്ട് വിശ്വസിക്ക്, നിന്റെ വലതുകരം കർത്താവ് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവൻ അവന്റെ മുറിവേറ്റ കരം കൊണ്ടാണ് നിന്നെ പിടിച്ചേക്കുന്നത്. മുറിവേറ്റ കരം കൊണ്ടാണ് പിടിച്ചിരിക്കുന്നത്. ആ മുറിവിൽ നിന്ന് ഒഴുകുന്ന രക്തം നിന്റെ മുറിവുകൾക്ക് സൗഖ്യമായിട്ട് മാറുന്ന സമയമാണ്. നിന്റെ ഇന്നലകളുടെ ഓർമ്മകൾക്ക് സൗഖ്യം നൽകുന്ന സമയമാണ്. നിന്റെ ജീവിതത്തിൽ ഈ ജീവിതം സമ്മാനിച്ച സംഭവങ്ങളും ജീവിതം സമ്മാനിച്ച ഭാരവും എല്ലാം കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. അവൻ നിന്റെ വലതുകരം പിടിച്ചിട്ടുണ്ടെന്ന് നീ തിരിച്ചറിയുന്ന സമയം. അവിശ്വാസത്തോടെ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച്, തമ്പുരാൻ എൻ്റെ കരം പിടിച്ചിട്ടുണ്ട്, ഐ ബിലീവ് ദാറ്റ്, ഞാൻ വിശ്വസിക്കുന്നു. ഈസ് ഹോൾഡിംഗ് മൈ ഹാൻഡ്. തമ്പുരാനാണ് എൻ്റെ കരം പിടിച്ചിരിക്കുന്നത്. മനുഷ്യരാരുമല്ല എൻ്റെ കരം പിടിച്ചിരിക്കുന്നത്. കാരണം മനുഷ്യർക്കും വീണ് പോകാം. അപ്പോൾ വീണു പോകുന്നവന്റെ കരമല്ലല്ലോ നമ്മൾ പിടിക്കേണ്ടത്, ഒരിക്കലും വീണു പോകാത്തവന്റെ കരമല്ലേ നമ്മൾ പിടിക്കേണ്ടത്. മനുഷ്യന് മുറിവുകൾ ഏൽക്കാം, അവന്റെ കൈ പിടിച്ചാൽ നമുക്ക് മുറിവുകൾ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ നമുക്ക് വേണ്ടി മുറിവിൽ നിന്നും സൗഖ്യം നൽകിയ കർത്താവിന്റെ കരം പിടിച്ചാൽ നിന്റെ മുറിവുകൾക്ക് അത് സൗഖ്യമായിട്ട് മാറും. നീ വിശ്വസിക്കുക. ആ കരമല്ലേ നമ്മൾ പിടിക്കണ്ടേ? ഇതാ നിനക്ക് വേണ്ടി ഹൃദയം തുറന്ന കർത്താവ്, ഹൃദയം കുത്തി തുറക്കാൻ അനുവദിച്ച കർത്താവ്. നിന്റെ ഹൃദയം പിളരുന്ന അനുഭവങ്ങളിൽ തമ്പുരാന്റെ ഹൃദയത്തോട് നിന്റെ ജീവിതത്തെ ചേർത്ത് വെക്കുമ്പോൾ ആ തിരുഹൃദയത്തിൽ ഒഴുകിയിറങ്ങിയ തിരുജലത്താലും തിരുരക്തത്താലും കർത്താവ് നിനക്ക് സൗഖ്യം തരും. അവന്റെ മുറിവിനാൽ നിനക്ക് സൗഖ്യമുണ്ട്. അവന്റെ ക്ഷതങ്ങളാൽ മോനെ നീ സൗഖ്യം പ്രാപിച്ചതാണ്. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുമ്പോൾ വിശ്വസിക്കുക. ഹി ഈസ് ഹോൾഡിംഗ് യുവർ ഹാൻഡ്. തമ്പുരാൻ നിന്റെ കൈ പിടിക്കുക. നീ കടന്നു പോകുന്ന അനുഭവം എന്തു ആകട്ടെ, നിന്നെ അലട്ടുന്ന ജീവിത വിഷയം എന്താകട്ടെ, നീ കടന്നു പോകുന്ന സംഘർഷങ്ങൾ എന്തു ആകട്ടെ, നിന്നെ അലട്ടുന്ന ജീവിത പ്രതിസന്ധി എന്തുവാട്ടെ, നിന്റെ കൈ തമ്പുരാൻ ഇപ്പൊ പിടിച്ചിട്ടുണ്ട്. നിന്റെ കരത്തിന്റെ മേൽ കർത്താവ് കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുക. നീ വീഴാൻ അവൻ അനുവദിക്കില്ല. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുമ്പോൾ കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് താഴ്ന്ന സ്വരത്തിലൊന്ന് ഈശോയെ സ്തുതിക്കാവോ? നിന്റെ ആത്മാവ് ദൈവത്തെ സ്തുതിക്കട്ടെ, നിന്റെ ഹൃദയം കർത്താവിനെ സ്തുതിക്കട്ടെ, നിന്റെ ചിന്തകൾ, നിന്റെ മനോഭാവങ്ങൾ എല്ലാം ദൈവത്തെ ആരാധിക്കട്ടെ. നിന്റെ ശരീരം കൊണ്ട്, നിന്റെ മനസ്സുകൊണ്ട്, നിന്റെ ചിന്താ മണ്ഡലങ്ങൾ കൊണ്ടൊക്കെ നീ നിന്റെ ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്റെ അനന്തമായ സ്നേഹത്തിനും കാരുണ്യത്തിനൊക്കെ ഞങ്ങൾ നന്ദി പറയുന്നു. ഓ കർത്താവേ, നീ ഞങ്ങളോട് കൂടെ നിൽക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ വലതുകരം നീ പിടിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഓ ദൈവം, നിന്റെ സ്നേഹത്തിന്റെ കരം കൊണ്ട് ഞങ്ങളെ കൈപിടിച്ചുയർത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ വീണു പോകുന്ന അനുഭവങ്ങളിൽ, ഇടറിപ്പോകുന്ന അനുഭവങ്ങളിൽ, തളർന്ന മനസ്സുമായിരിക്കുന്ന അനുഭവങ്ങളിൽ, ജീവിതത്തിന്റെ പ്രത്യാശറ്റുപോയ അനുഭവങ്ങളിൽ, കോലാട്ടിൽ തപ്പി തടയുമ്പോൾ ദൈവമേ, നിന്റെ വലതുകരം നീ ഞങ്ങളെ കൈപിടിച്ചുയർത്തുന്നതിനെ ഓർത്ത് ഇതാ ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന. നുകങ്ങൾ നിന്റെ തോളിലേറ്റിയാലും തളർന്നു വീഴാ നിന്റെ ദൈവം അനുവദിക്കില്ല. ശക്തിയേറും കരങ്ങളാലേ താങ്ങിടും നിന്നെ. ആമേൻ. മോചകൻ ദൈവം. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു.
ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. നിങ്ങളുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് ഉയർത്താം. നിങ്ങളുടെ സങ്കടങ്ങളെ, വേദനകളെല്ലാം സമർപ്പിക്കാം. തമ്പുരാൻ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ